ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ നമ്മുടെ ധ്യാനചിന്ത ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ചുങ്കസ്ഥലത്ത് നിന്ന് ലേവിയെ വിളിക്കുന്ന ക്രിസ്തു, അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുന്ന ക്രിസ്തു, അതിൽ അസ്വസ്ഥരാകുന്ന ജനങ്ങൾ. ഇതെല്ലാമാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന ഒരു സെറ്റിംഗ്. ലേവിയുടെ വിളി നമുക്ക് നൽകുന്ന വലിയ ഒരു പാഠമുണ്ട്. ലേവി ഒരിക്കലും അവന് ലഭിച്ച വിളിക്ക് ശേഷം പഴയ ഒരു ജീവിതത്തിലേക്ക് തിരികെ പോയിട്ടില്ല. പിന്നീട് അവൻ അറിയപ്പെട്ടത് ചുങ്കക്കാരൻ എന്ന ലേബലിലല്ല, മറിച്ച് അവൻ സുവിശേഷകനായിട്ട് മാറുന്നു, മത്തായി ആയിട്ട് മാറുന്നു. നമുക്ക് ലഭിച്ച വിളിക്കും നമ്മളും പ്രത്യുത്തരം നൽകേണ്ടത് ഇപ്രകാരമാണ്: പഴയ ജീവിതാവസ്ഥയിലേക്ക് തിരികെ പോകാതെ പുതിയ ഒരു വ്യക്തിയായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ മാറുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരായിട്ട് നമ്മളും രൂപാന്തരപ്പെടുക. ലേവി മത്തായി ആയിട്ട് തീർന്ന പോലെ നമ്മൾ ഓരോരുത്തരും പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയ ഒരു ജീവിത ശൈലിയിലേക്ക് രൂപാന്തരപ്പെടാനാണ് നമ്മളെയും ക്രിസ്തുനാഥൻ അവിടുത്തെ ഈ ഒരു വിളിയിലേക്ക് പങ്കുചേർത്തത്. സുവിശേഷത്തിൻ്റെ 2-ാം ഭാഗം നമുക്ക് നൽകുന്ന സന്ദേശം മറ്റുള്ളവരുടെ വളർച്ചയിൽ, നന്മയിൽ അസ്വസ്ഥനാകരുത് എന്നാണ്. ഗുരു ഒരു ചുങ്കക്കാരനെ വിളിച്ചപ്പോൾ അതിൽ അസ്വസ്ഥമാകുന്ന ഒരു കൂട്ടം ജനത്തെ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ ഒരു കാര്യം പലപ്പോഴും കടന്നു വരാറുമുണ്ട്. ഈ അസ്വസ്ഥത മറ്റുള്ളവരുടെ വളർച്ചയിൽ, നന്മയിൽ, അവരുടെ ജീവിതത്തിലേക്ക് ചൊരിയപ്പെടുന്ന അനുഗ്രഹങ്ങളിൽ പോലും ഇതിലൊരു അസൂയയോടുകൂടെ മറ്റുള്ളവരെ സമീപിക്കുവാനും അവരോട് പെരുമാറുവാനുമുള്ളൊരു പ്രവണത എല്ലാ മനുഷ്യർക്കുമുണ്ട്. ഇവിടെയാണ് ക്രിസ്തു പറഞ്ഞു വയ്ക്കുന്നത്, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ടാവശ്യം. ക്രിസ്തുവിൻ്റെ തിരഞ്ഞെടുപ്പുകളൊക്കെ അപ്രകാരമുള്ളതായിരുന്നു. അവൻ തിരഞ്ഞെടുത്തത് ബലഹീനമായവയാണ്, കഴിവില്ലാത്തവയാണ്. അപ്പോൾ ആ ഒരു തിരഞ്ഞെടുപ്പിൽ അസ്വസ്ഥരാകേണ്ടവരല്ല നമ്മൾ എന്നൊരു തിരിച്ചറിവ്. സോക്രട്ടീസിൻ്റെ ഒരു കഥയുണ്ട്. ഒരിക്കൽ ഒരാൾ സോക്രട്ടീസിനോട് പറഞ്ഞു അത്രേ: സോക്രട്ടീസ്, നിന്നെ ഞാൻ വെറുക്കുന്നു, കാരണം നിന്നെ കാണുമ്പോൾ ഞാൻ എത്ര മോശക്കാരനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് പലപ്പോഴും നമ്മുടെയും അവസ്ഥ. നമ്മുടെ വെറുപ്പിനും അസൂയക്കുമൊക്കെ കാരണം എനിക്ക് അവനെപ്പോലെ ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്ന ചിന്തയാണ്. എനിക്ക് അവനെപ്പോലെ ആകാൻ പറ്റുന്നില്ലല്ലോ എന്ന നിത്യധാരണയാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ഈ തിരഞ്ഞെടുപ്പുകളെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് സ്വീകരിക്കാം. മറ്റുള്ളവരോട് സ്നേഹത്തോടും കരുതലോടും കൂടെ ആയിരിക്കാം. അസൂയ വെടിയാം, കുശുമ്പ് വെടിയാം. എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുവാനായിട്ടാണ് തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുക. ആ ഒരു വലിയ സുവിശേഷം ഹൃദയത്തിലേറ്റി ലേവി മത്തായിയായി മാറിയ പോലെ ഞാനും നീയുമൊക്കെ പുതിയ ഒരു മനുഷ്യനായിട്ട് മാറുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി പരിശ്രമിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.